രാത്തായി എന്നാ തോന്നണേ. നേരാണെങ്കിൽ വല്ലാതെ ഇരുട്ടുകയും ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ധൈര്യത്തിന് കിരീട്ടനോട് പറയുകയും ചെയ്തു ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതെങ്ങനെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്ന കഥകളിൽ മാടനും മറുതൊക്കെ അല്ലേ ഹീറോകൾ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഉള്ള സമയത്ത് ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങാം. അതാ മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. ഒളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് കതക് തുറക്കുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. അവിടെ നിന്ന് പരുങ്ങണ്ട, അടുക്കളയിലേക്ക് വാ. നന്നായി വിയർക്കുന്നുണ്ടല്ലേ? ദാ ആവശ്യത്തിന് വെള്ളം എടുത്ത് കുടിച്ചോളൂ, മടിക്കണ്ട. എന്റെ കഥ കേട്ട് നീ പേടിക്കരുത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതെന്റെ വീടായിരുന്നു. ചില ദുരാചാരങ്ങളുടെ പേരിൽ ദാ അവിടെ വെച്ചാ ഞാൻ കൊല ചെയ്യപ്പെട്ടത്. നീ പേടിച്ചളറിയിട്ട് കാര്യമൊന്നുമില്ല. എന്നെ ഇവിടെ ഇട്ട് കൊലപ്പെടുത്തിയത് നിന്റെ ഭർത്താവ് തന്നെയാ. കരയരുത്. നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോകരുത്. ഇന്ന് എന്റെ ദിവസ. അവനെ തേടിയാ ഞാനിവിടെ എത്തിയത്. അവൻ പക്ഷേ രക്ഷപ്പെട്ടു. പകരം നീ മതി. നീ ഇല്ലാതെ അവൻ നീറി നീറി മരിക്കുന്നത് എനിക്കൊന്ന് കാണണം. അതിനു മുമ്പ് നിനക്ക് എന്നെ കാണണ്ടേ? ദാ നിന്റെ തൊട്ടു പുറകിലുണ്ട് ഞാൻ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കടി. നീയോ? എന്നാലും നിനക്കിത് എങ്ങനെ കഴിഞ്ഞു? മറ്റൊരാളുടെ ശബ്ദത്തിൽ എന്നെ പേടിപ്പിക്കാൻ. നീ ഒരു പുലി തന്നെ. എന്നാലും നീ രാവിലെ വലിയ വീരവധം അടിച്ചു പോയതല്ലേ, അതിനുള്ള ശിക്ഷ കിട്ടിയതാ. അത് മനസ്സിലാക്കിയാ മതി. ഓ പിന്നെ ഞാനിപ്പോ പേടിച്ച് ചത്തുപോയേനെ. ഒന്ന് പൊയ്ക്കേ മനുഷ്യനെ കളിയാക്കാതെ. കുറച്ചേരം കൂടി പറ്റിച്ചാലോന്ന് വിചാരിച്ചതാ. പിന്നെ വിചാരിച്ചു പേടിച്ച് ബോധം കെട്ട് വീണ ഞാൻ തന്നെ എടുത്തോണ്ട് ആശുപത്രി കൊണ്ടോട്ടേന്ന്. അപ്പൊ നീ ഇന്ന് രഞ്ജിത്തിന്റെ വീട്ടിലും പോയില്ലേ? നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെ പോകും? നീ എന്റെ ജീവനല്ലേ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് ഈ ജീവൻ അങ്ങ് പോയേനെ. ആരാ അത്? എന്താ എന്റെ അച്ഛനും അമ്മയും ഈ അസമയത്ത്? ശരത്ത് കൂടെ വന്നില്ലേ? പറയാം മോളെ, ആദ്യം നീ അമ്മയ്ക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്ക. ശരി അച്ഛാ, ഇപ്പൊ കൊണ്ടുവരാം. എന്താ അമ്മേ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. എല്ലാം പ്രശ്നമാടാ മോനെ.
അവൻ ആ സേതു ജയിലിൽ ചാടി. എന്ത് അച്ഛാ? അച്ഛനോട് ആരാ ഈ കാര്യം പറഞ്ഞത്? ആ വെള്ളം ഇങ്ങ് തന്നോ. കടയിൽ വെച്ച് ആരോ പറയുന്ന കേട്ടതാ. എങ്കിലും ഒട്ടും സമയം കളയാനില്ല. ശരത്ത് അവിടെ ഒറ്റയ്ക്കല്ലേ, അവനെയും കൂട്ടിക്കൊണ്ടുവരണം. ഞാനും വരാം നിന്റെ കൂടെ. എനിക്കിവിടെ ഇരുന്നാ ഇരിപ്പുറക്കില്ലടാ. സൂക്ഷിക്കണം സേതു, അവൻ അതിബുദ്ധിമാനാ. ഇരുട്ടിൽ പോലും അവനെ കണ്ണു കാണും. അവന്റെ കൺമുന്നിലൊന്നും പെടാതെ ശരത്തിനെ കൂട്ടി എത്രയും വേഗം വാഗിരിയേട്ടാ. എനിക്കാകെ പേടിയാവുന്നു. വേണ്ടായിരുന്നു, എൻ്റെ മകൻ ആ സമയത്ത് അവിടെ ചെല്ലണ്ടായിരുന്നു. ഇനി എന്തെല്ലാം കാണേണ്ടി വരുമോ ആവും. പേടിക്കണ്ട അമ്മേ, ഇത്രയൊക്കെ ആയില്ലേ. നമ്മളിങ്ങനെ പേടിച്ചിരുന്നാൽ അതവൻ മുതലാക്കും. നമ്മൾ അതിനെ അനുവദിച്ചു കൊടുത്തുകൂടാ. നമ്മൾ ബുദ്ധിപൂർവ്വം അവനെ കുടുക്കിലാക്കണം. വീണ്ടും പോലീസിനെ ഏൽപ്പിക്കണം അവനെ. ഒരിക്കലും ഇനി അവൻ പുറത്തിറങ്ങാത്ത വിധം. അവൻ ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ? അങ്ങനെ വരാനൊരു വഴിയില്ലല്ലോ. പിന്നെ ആരായിരിക്കും? അമ്മ പേടിക്കണ്ട അമ്മേ, അവരെന്തേലും മറന്നു വെച്ചത് എടുക്കാൻ വന്നതായിരിക്കും. ഞാൻ പോയി നോക്കട്ടെ. ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഈ സേതു അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങ് കയറി ചെല്ലും. എന്നിട്ട് മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലെ അങ്ങ് പൊട്ടിച്ച് തീർക്കും. എന്റെ ജീവിതം തകർത്ത ഈ കുടുംബത്തെ ഒന്നൊന്നായി തീർക്കാൻ കരുതി കൂട്ടി ഇറങ്ങിയതാടി. അമ്മയുണ്ടായിരുന്നു. എവിടെ പോയി പുരുഷ പ്രജകൾ? നിന്നോടാ ചോദിച്ചത്, അവരെവിടെ പോയിന്ന്. ഗിരിയേട്ടൻ പുറത്തു പോയതാ. കള്ളം പറയരുത്, സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. കൊലപാതകയ്ക്ക് 1 10 കുറ്റം ഒന്നേ ഉള്ളൂ. സത്യം പറയാടി. മോനെ, ഞങ്ങളെ ഒന്നും ചെയ്യില്ലടാ. നീ ജയിൽ ചാടിയെന്ന് മാർക്കറ്റിൽ വെച്ച് ആരോ പറയുന്നത് കേട്ടു. അപ്പൊ അച്ഛനും മോനും കൂടെ ശരത്തിനെ കൊണ്ടുവരാൻ പോയതാടാ. നീ കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലടി. പക്ഷേ നിനക്ക് തെറ്റി. നിങ്ങൾക്കൊക്കെ തെറ്റി. ഞാൻ ചെറുതായൊന്ന് തലോടി. എന്റെ ലക്ഷ്യം നിങ്ങളുടെ വീടായിരുന്നു. ഞാനവിടെ ചെല്ലുമ്പോ മദ്യം തലയ്ക്ക് വിളിച്ച് തലയ്ക്ക് വെളിവില്ലാതിരിക്കുകയായിരുന്നു. ദാ ഇവൻ എന്നെ കണ്ടതും ഓടാനൊരു ശ്രമം നടത്തിയാന് ചെറുതായിട്ടൊന്ന് പെരുമാറേണ്ടി വന്നു. എടാ മോനെ ചെയ്തു, ഇനി നീ ഞങ്ങളെ ഉപദ്രവിക്കല്ലടാ. നിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ ഇട്ടാലും ഓടിപ്പോയിക്കോളാം ഈ നാട് വിട്ട്. ആണോ? നിങ്ങൾ എനിക്ക് എത്ര കോടികൾ തരാമെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അത് തീർത്തിട്ട് ഞാനങ്ങ് മടങ്ങി പോയേക്കാം. ഇവൻ ഈ കെട്ടൊന്ന് അഴിച്ചു വിടട്ടെ. ഇനി ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നൂടെ? നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല ഞാൻ. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം. പറഞ്ഞു കൊടുക്കടാ. അതിന് ശരത്തിന് ഇത് എന്തറിഞ്ഞിട്ടാ? അവനറിയാം, അവനെ അറിയൂ. പറഞ്ഞു കൊടുക്കടാ. രേണുവിനെ കൊന്നത് സേതു അല്ലമ്മേ. പിന്നെ അത് അറിയില്ല. സത്യം പറയടാ, ആരാ പിന്നെ അത് ചെയ്തത്? അറിയില്ല. അന്ന് വൈകിട്ട് 6 മണിയോടെ ലഹരിക്കടിമയായ സേതു 17 വയസ്സായ രേണുവിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം തെളിവ് സഹിതം പോലീസുകാർ പ്രതിയെ വിലങ്ങ് വെച്ച് ജയിലിൽ അടച്ചു. ഇതായിരുന്നു പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്ത. അത് പോലീസുകാർ കണ്ടുപിടിച്ച കാര്യം. എന്നാൽ ഇതൊക്കെ പച്ചക്കള്ളമാണ്. ഞാൻ എന്തിന് എന്റെ പെങ്ങളുടെ കൂട്ടുകാരിയെ കുത്തി കൊലപ്പെടുത്തണം? ഇതിനെല്ലാം കാരണക്കാരൻ ഒരാളാ. നിന്റെ കെട്ടിയവനാടി ആ പാവത്തിന് കുത്തി കൊലപ്പെടുത്തിയത്.
മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. വിളിക്കടി പോലീസിനെ. ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കേ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ ഒരാൾ ഇവിടുന്ന് അനങ്ങില്ല. ഇത് സേതുവ പറയുന്നത്. അന്ന് ഒരു വ്യാഴാഴ്ചയായിരുന്നു. രാവിലെ മുതൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്റെ പെങ്ങളും രേണുവും കൂടെ അവരുടെ കൂട്ടുകാരിയുടെ കല്യാണ പാർട്ടിക്ക് പോയതായിരുന്നു. വൈകിട്ട് 6 മണിയോടെ ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയതാ ഞാൻ. ആ വിജനമായ വഴിയരികിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ അവളെ കണ്ടത്. എന്നെ കണ്ടതും 2 പേര് അവിടെ നിന്ന് ഓടുന്നത് ഞാൻ കണ്ടു. അത് നിങ്ങളുടെ മക്കളായിരുന്നു. അവനത് ഓർമ്മയുണ്ടാവില്ല. അതിനെങ്ങനെ? തലയ്ക്ക് വെളിവുണ്ടായിട്ട് വേണ്ടേ? ആദ്യം ചികിത്സിക്കേണ്ടത് ഇവനെ. ലഹരിക്ക് അടിമപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ട ഇവനെ. അന്ന് രേണുവിന്റെ വയറ്റിൽ ആഴ്ന്നിറങ്ങിയ വലിയൊരു കത്തി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവളെയും എടുത്ത് റോഡിൽ കണ്ട വാഹനങ്ങൾക്കെല്ലാം കൈ കാണിച്ചു. ഒരാളും നിർത്തിയില്ല. കുറച്ച് സമയത്തിന് ശേഷം ഒരു പോലീസ് വണ്ടി അവിടേക്ക് പാഞ്ഞു വന്നു. കൊലപാതകയായി മാറിയ എന്നെയും കൊണ്ട് വണ്ടി സ്റ്റേഷനിലേക്ക് പോയി. നിങ്ങൾക്കറിയാമോ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് എനിക്ക് ആകെ ഉണ്ടായിരുന്ന എന്റെ പെങ്ങളായിരുന്നു. ഒറ്റപ്പെട്ടു പോയ അവളെ പഠിപ്പിച്ച് വലിയ ഡോക്ടർ ആക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതിനെന്നെ സഹായിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ആഗ്രഹം സാധിച്ചു. അവള് ഇന്നൊരു ഡോക്ടറാണ്. എല്ലാ വർഷവും അവളെ കാണാൻ ഞാൻ പലരോടത്ത് വരും. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അവൾ വിഷ് ചെയ്യാൻ വേണ്ടി വരണമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. അവൾ എനിക്ക് വലിയൊരു സർപ്രൈസ് തരുന്നുണ്ടത്രേ. ഈ വീട്ടിൽ തന്നെ വരണമെന്ന് അവളുടെ പ്രത്യേക ആഗ്രഹമായിരുന്നു. കൂട്ടുകാരിയുടെ ഘാതകന്റെ വീട്ടിൽ വെച്ച് തന്നെ കേക്ക് മുറിക്കണമെന്നും അവൾ എന്നോട് പറഞ്ഞിരുന്നു. അവൾ വരേണ്ട സമയമായി. നിങ്ങൾ ആരും പേടിക്കണ്ട. എനിക്കിനി 2 വർഷം കൂടി ജയിൽ ശിക്ഷ അനുഭവിച്ച് തീർക്കാനുണ്ട്. ഞാനായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. സേതു പറഞ്ഞത് സത്യമാണെങ്കിൽ അവനും വരട്ടെ. എന്റെ മക്കളാണ് ചെയ്തതെങ്കിൽ അതിനുള്ള ശിക്ഷ ഈ ഞാൻ തന്നെ കൊടുക്കും. ഇവിടെ ഈ നശിച്ച കുട്ടിയ ഇതിനെല്ലാം കാരണം. ഇതൊന്നും നിർത്താൻ ഞാൻ എത്ര പറഞ്ഞു നോക്കി. ആര് കേൾക്കാൻ? ഞാനിനി ഒരു ഘടക ചെയ്യാൻ പോവാ. ഒടുവിൽ തേടി പിടിച്ച് ഇവിടെ എത്തി അല്ലേ? ഇതൊരു തരം കളിയടാ. ഇരയുടെ മാളത്തിൽ എല്ലാവരും വന്ന് കയറുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നിങ്ങൾ അനുഭവിക്കുന്ന ഈ പേടി, ഇതാണ് എനിക്ക് വേണ്ടത്. ഇത്ര നാളെ ഞങ്ങളെ പറ്റിച്ച് ജീവിച്ചായിരുന്നല്ലേ അച്ഛനറിയോ? അച്ഛന്റെ ഈ പുന്നാര മോനാണത്ര ആ രേണുവിനെ കൊന്നത്. നാണം കെട്ടവനെ, നീയൊക്കെ എന്റെ മകനാണെന്ന് പറയുന്നതിൽ എനിക്ക് അപമാനം തോന്നുന്നു. ഒരു മാതൃക അധ്യാപകനുള്ള അവാർഡ് മേടിച്ചവനാ ഞാൻ. മരിച്ചാ മതിയായിരുന്നു. ഇനിയൊക്കെ നീറി ജീവിക്കേ. നീ വരുന്നുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും പോയി ഈ ജീവിതം അവസാനിപ്പിച്ചേക്കാം. ഞാൻ എപ്പോഴാ റെഡി? ഞാനും വരുന്ന അച്ഛാ. ഈ ജീവിതം ഇത് ഇത്ര മതി. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ അച്ഛ. എന്നോട് ക്ഷമിക്കണം അച്ഛ. ഇനി ഞാൻ മരിക്കുവോളം ലഹരി ഉപയോഗിക്കില്ല. ഇത് സത്യം. എന്നോട് ക്ഷമിക്കില്ലേ സേതു? സത്യം ഒരിക്കൽ പുറത്തു വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം തെറ്റിപ്പോയി. ട്രാഫിക് ജാം കാരണം കുറച്ച് വൈകി. ഇതാ കേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ പലരോടത്ത് വന്നത്. ഇനി നിനക്ക് പറയാനുള്ള സർപ്രൈസ് പറഞ്ഞോളൂ. അല്ല, ചോദിക്കാൻ മറന്നു, ഇവരാരൊക്കെയാ? ഇത് വേണു. ഇയാളുടെ കണ്ണിൽ കൂടെയാണ് എന്റെ രേണു ഇന്നും ജീവിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല. മോളൊന്ന് തെളിച്ച് പറയാമോ? മരിക്കുന്നതിന് മുമ്പ്
അവളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് എഴുതി വെച്ചിട്ട് അച്ഛൻ അവൾ പോയത്. അതിനുള്ള ഭാഗ്യം ചെയ്ത ആള് ഇയാളാണ്. അതെങ്കിലും ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞല്ലോ. എന്നാലും ഞാൻ പറയണ കാര്യം കേട്ടിട്ട് ആരും ഞെട്ടരുത്. അന്ന് എൻ്റെ കൂട്ടുകാരി കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ചിതറിത്തെറിച്ച ഒരു മൃതദേഹം പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു എറണാകുളംകാരൻ്റേതായിരുന്നു. പേര് റാം. അവൻ്റെ അച്ഛൻ മലയാളി, അമ്മ ബോംബെക്കാരിയായിരുന്നു. എങ്ങനെയോ എവിടേക്കോ വെച്ചിട്ട് രേണുവും റാമും തമ്മിൽ പ്രണയത്തിലായി. അവർ തമ്മിൽ എന്നും കാണാറുണ്ടായിരുന്നു. അന്ന് അവൾ സ്വർണവും പണവും തുണിയൊക്കെ ബാഗിലാക്കിയിട്ട് അവൻ്റെ കൂടെ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നതായിരുന്നു. വിജനമായ വഴിയിൽ എൻ്റെ കൂടെ അവൾ അവനെ കാത്തു നിന്നു. മഴയിൽ നനഞ്ഞ് കണ്ണുകൾ ചുവന്ന് കാലുകൾ നിലത്തുറയ്ക്കാതെ അവൻ അവിടേക്ക് വന്നു. അവനാവശ്യം അവളുടെ സ്വർണം അടങ്ങിയ ബാഗായിരുന്നു. തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവൻ ബാഗും തട്ടിയെടുത്ത് രക്ഷപ്പെടാനൊരുങ്ങി. പിടിവലിയിൽ അവൻ്റെ കടാരയിൽ അവൾ നിലത്ത് വീണ് പടഞ്ഞു. പിന്നെ അവൻ എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടുമായിരുന്നു അമ്മേ. അന്ന് രാത്രി ഒരു ലോഡ്ജിൽ അഭയം പ്രാപിച്ച് ഞാൻ പിറ്റേ ദിവസം ഈ രഹസ്യം പോലീസിൽ പറയാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ കലങ്ങി മറിഞ്ഞിരുന്നു. പ്രതിയായിട്ട് എൻ്റെ സേതുവേട്ടൻ. പക്ഷെ അതിൻ്റെ ശിക്ഷ അയാൾക്ക് ഈശ്വരനായിട്ട് കൊടുത്തു. എനിക്ക് എൻ്റെ ഏട്ടനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പോലും പറ്റില്ല ഏട്ടാ. എല്ലാം തെറ്റായി പോയിരുന്നല്ലേ? എൻ്റെ എത്രയോ വർഷങ്ങൾ ജയിലിൽ പാഴായി. സ്വാതന്ത്ര്യത്തോടൊന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇനി എനിക്ക് 2 വർഷം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങും. അത് കഴിഞ്ഞ് എന്നെ ആരും അന്വേഷിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. അങ്ങനെ വിഷമിക്കില്ല ഏട്ടാ. ആരാരും നോക്കാനില്ലാതെ അനാഥയായി പോയൊരു അനുജത്തി ഉണ്ട് രേണുവിന്. അവളും എൻ്റെ കൂടെ ഡോക്ടറായി ജോലി ചെയ്യാണ്. ഏട്ടൻ്റെ കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാം. ഈ കാര്യങ്ങളെല്ലാം അറിയണ ഒരേ ഒരാള് അവളാണ്. അവളെ ഏട്ടനെ കാത്തിരിക്കുകയാണ്. പറ്റില്ല എന്ന് മാത്രം പറയരുത്. എനിക്കന്ന് 18 വയസ്സ് പ്രായം. നീ അന്ന് 8ാം ക്ലാസ് പഠിക്കുക. ആ ഒരൊറ്റ ആക്സിഡൻറ്റിൽ അമ്മയും അച്ഛനും നമ്മളെ വിട്ടേച്ച് പോയി. പിന്നെ ഒന്നിനൊരു കുറവില്ലാതെ നിന്നെ വളർത്തി. നീ പഠിക്കാൻ മിടുക്കിയായിരുന്നു. മോൾക്കറിയോ, നമ്മുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നൊരു ഡോക്ടറാക്കണം. അതിൽ ഞാൻ വിജയിച്ചു. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി തന്ന ഈ പിറന്നാൾ ദിനത്തിൽ നിനക്ക് തരാൻ എങ്കിലും ഒന്നുമില്ലല്ലോ മോളെ. ജീവിതം മുഴുവൻ പെങ്ങൾക്ക് വേണ്ടി ഹോമിച്ചതല്ലേ ഏട്ടാ. ഇതിലപ്പുറം ഇനി എന്താ വേണ്ടത് ഒരു ഗിഫ്റ്റായിട്ട്? 2 വർഷം എളുപ്പം കടന്നു പോയിട്ടാ. അത് കഴിഞ്ഞ് വേറെ പുറത്തിറങ്ങുമ്പോൾ ഏട്ടൻ്റെ കല്യാണം. അത് കഴിഞ്ഞ് എൻ്റെ അതിനൊരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ? അതൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഏട്ടാ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. വീട്ടിൽ ഇതേപോലെ 2 പേരേ ഉള്ളൂ, നമ്മളെ പോലെ തന്നെ. അപ്പൊ എങ്ങനെ കല്യാണം കഴിഞ്ഞോ? നീ എനിക്കൊന്ന് ആലോചിച്ചാൽ അച്ഛാ. നീ പേടിക്കേണ്ടതാ. സമയമാകുമ്പോ നിനക്കുള്ള പെണ്ണ് നിന്നെ തേടി ഇവിടെ എത്തും, അല്ലേടി? ആദ്യം നിന്റെ വെള്ളടി അങ്ങ് നിർത്ത്, എന്നിട്ട് ആലോചിക്കാം കല്യാണമൊക്കെ. ബർത്ത്ഡേക്കാരിക്ക് സന്തോഷം നിറഞ്ഞ ഒരു ജന്മദിനം ആശംസിക്കുന്നു. താങ്ക് യു. ഇവിടെ വാടാ. എല്ലാ തെറ്റിദ്ധാരണകളും നന്മയ്ക്കാണെന്നൊക്കെ മനസ്സിലായില്ലേ? പോട്ടടാ. എനിക്ക് നേരം വെളുക്കുമ്പോഴൊക്കെ തിരിച്ചെത്തണം. എന്നിട്ട് സമാധാനത്തോടെ ജീവിക്കണം. നല്ല ഭാവിയെ സ്വപ്നം കണ്ട്, നല്ല ലോകത്തെ സ്വപ്നം കണ്ട് എനിക്ക് ജീവിക്കണം. എന്നാൽ പിന്നെ നമുക്ക് കേക്ക് മുറിക്കാം, അല്ലേ മോളെ? അങ്ങനല്ലേ? ലഹരിയുടെ ഉപയോഗം മൂലം ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല. എന്തിനാ വെറുതെ നിരപരാധികളെ നമ്മളായിട്ട് ശിക്ഷിക്കുന്നത്? വളർന്നു വരുന്ന നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കണ്ടേ? അതിനായി ലഹരിക്കെതിരെ ആത്മഹത്യാ മുൻപിൽ നിന്നും നമുക്ക് ആരെങ്കിലും രക്ഷിക്കാനായാൽ ഞങ്ങൾ കൃതാർത്ഥരായി.